ഇപ്പോൾ ലിബർട്ടി ബഷീർ കൂടി നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ലിബർട്ടി ബഷീർ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, സിദ്ദിഖിന് ഒരു ഇടക്കാല ആശ്വാസം ലഭിക്കുന്നു. അതൊരു ജാമ്യമെന്ന് പറഞ്ഞുകൂടാ, അത് മുൻകൂർ ജാമ്യമല്ല. മുൻകൂർ ജാമ്യ അപേക്ഷയിന്മേൽ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഒരു ഉത്തരവ് മാത്രമാണ്. അതിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ടവരൊക്കെ ലഡു വിതരണം ചെയ്തതൊക്കെയായി കാണുന്നുണ്ട്. അത്തരം രീതിയിലാണോ ഇത് കാണേണ്ടത് എന്നതുകൂടി താങ്കളുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതെ, തീർച്ചയായിട്ടും സിദ്ദീഖിന്റെ ഫാൻസുകാർ ലഡു വിതരണം ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവര് ലഡു വിതരണം ചെയ്യുക, പായസം കൊടുക്കുകയോ ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കാരണം ഈ മസ്കറ്റ്, തിരുവനന്തപുരം പോലത്തെ ഒരു ഹോട്ടലിന്റെ, മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഈ പെണ്ണിനെ ചെയ്യുന്ന പറഞ്ഞാൽ എവിടെ ന്യായീകരിക്കാൻ പറ്റില്ല. ആകെയുള്ള തെളിവ് ജനൽ തുറന്നാൽ പിന്നെ സ്വിമ്മിംഗ് പൂൾ കാണുന്നുള്ള തെളിവാണ് അവിടെ പ്രധാനമായിട്ട് കൊടുത്തത്. അവർ ഒന്നിച്ചിട്ട് ആ റൂമിൽ പോയി നിന്നത് സത്യമാണ്, ഒന്നിച്ച് പടം കണ്ടുന്നത് സത്യമാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത് സത്യമാണ്. ഈ ബലാത്സംഗം ചെയ്ത് ഞാൻ ഒരു 8 മിനിറ്റ് ആക്കി തരണം. ബലാത്സംഗം ചെയ്ത സമയത്ത് ഒരു ബഹളം കൂട്ടിയില്ലെങ്കിൽ മസ്കറ്റ് ഹോട്ടലിനെ പറ്റി ഒരു സെക്യൂരിറ്റിയിലെ ഹോട്ടലിൽ ഒന്ന് ഒറ്റ വെച്ചാൽ ആൾക്കാർ വാതിൽ തച്ചു പൊടിച്ച് ആത്ത് കയറില്ലേ? ഇവിടെ നിശബ്ദമായി ഇരുന്നിട്ട് 8 വർഷത്തിന് ശേഷം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ തോന്നില്ല. അല്ല, അത് ശരിയല്ല ശ്രീ ലിബർട്ടി ബഷീർ. കാരണം ഒന്ന് നിലവിളിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായ അഹങ്കാരം താങ്കളിൽ അടക്കം ഉള്ളതുകൊണ്ട് താങ്കൾക്ക് തോന്നുന്നതാണ്. കാരണം ക്ലോസ്ഡ് ആയ മുറിയാണ്. കാരണം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ അതിജീവതയുടെ ഇതിന് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും SIT പരിശോധിച്ചു. മസ്കറ്റ് ഹോട്ടലിൽ പോയി അവിടുത്തെ രജിസ്റ്റർ എടുത്തു. അവിടുത്തെ രജിസ്റ്ററിൽ സന്ദർശകയായി ആ പെൺകുട്ടി എത്തിയിട്ടുണ്ട്. മാത്രമല്ല, അന്ന് സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ പെൺകുട്ടി പറഞ്ഞ ഭക്ഷണം തൈരും മീനും അടക്കമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് മീൽസിനൊപ്പം. പിന്നീട് അത് മാത്രമല്ല, ഈ റൂമിൽ വെച്ച് പീഡനവും ഭീഷണിയും നടത്തിയ ഘട്ടത്തിൽ ജനാലയിലൂടെ പുറത്തേക്ക് കണ്ട കാഴ്ച, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ചയും സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇതൊക്കെ ആ കുട്ടി പറഞ്ഞ രേഖകളൊക്കെ ശേഖരിച്ചു. ഇത് മാത്രമല്ല പലതും അന്നത്തെ സിദ്ദിഖിൻ്റെ, ശ്രീ ലിബർട്ടി ബഷീർ, ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് അന്നത്തെ സിനിമാ സെറ്റിൽ അന്ന് സിദ്ദിഖ് അഭിനയിച്ചുകൊണ്ടിരുന്ന ആ പടത്തിലെ പലരെയും കാണുകയും അവരോടൊക്കെയുള്ള സിദ്ദിഖിൻ്റെ സമീപനം അടക്കം വളരെ സൂക്ഷ്മമായി ഈ അന്വേഷണ സംഘം ശേഖരിച്ചു. ശ്രീ ലിബർട്ടി ബഷീർ, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, അവരുടെ മൊഴിയിൽ തന്നെ, അവരുടെ മൊഴിയിൽ ഞാൻ വായിച്ച പത്രത്തിൽ വായിച്ചത് അവരുടെ കൂടെ പോകുന്ന അച്ഛനും അമ്മയും സഹോദരന്മാരുടെ ഹോട്ടലുണ്ട് എന്ന് അവരെ കൊണ്ടാക്കി അവരാണെന്നുള്ളത് ഞാൻ പത്രത്തിൽ വായിച്ചാന്ന്. അതിലപ്പുറം എനിക്കറിയില്ലട്ടാ. ഇത്രത്തോളം വന്ന ഒരു പെൺകുട്ടിയെ ആ ഒരു മസ്കറ്റോട് കേട്ടിട്ട് കയറി പിടിച്ചിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എത്ര കൊല്ലമായിട്ട് സിനിമ ഫീൽഡിലുള്ള വ്യക്തിയാണ്. അങ്ങനെ സിദ്ദിഖിനെ പോലത്തെ ഒരാൾ ബലാത്സംഗം ചെയ്തിട്ട് ഒരിക്കലും 100% അങ്ങനെ ആരും അല്ല, അത് അന്വേഷണ സംഘവും കോടതിയും ഒക്കെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിന്റെ പശ്ചാത്തലങ്ങൾ മാത്രമേ പരിശോധിക്കാൻ നമുക്കാവുകയുള്ളൂ. ശ്രീ ലിബർട്ടി ബഷീർ, ഒരു കാര്യം കൂടി, ഈ ഫിലിം ചേംബർ ഫിലിം ചേംബർ അതെ തീർച്ചയായും അതിലുപരി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു കാര്യം അതിന്റെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ പരിശോധിക്കണം. നിങ്ങളുടെ ഗവൺമെന്റ് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് SIT പരിശോധിക്കും. ദുരുപയോഗം ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കും. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉള്ള നടപടികൾ കൂടി തുടങ്ങുന്നു എന്നത് കോട്ടയത്തും കൊല്ലത്തും. ഞാൻ അതാണ് ആദ്യ ചോദ്യത്തിലേക്ക് താങ്കളിലേക്ക് എത്തിയത്. പക്ഷേ അത് താങ്കൾ അപ്പോൾ സാങ്കേതികമായ ചില തടസ്സങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടി പ്രതികരണം താങ്കളിൽ നിന്ന് ആരായേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാനത് അടുത്ത റൗണ്ടിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഫിലിം ചേംബർ ഫെഫ്കയ്ക്കെതിരെ ഒരു പരാതി സംസ്ഥാന സർക്കാരിനും ഒപ്പം വനിതാ കമ്മീഷൻ നൽകിയ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയ നടപടിയിൽ തീർച്ചയായിട്ടും അത് എപ്പോഴും ഈ ഫെഫ്ക ഈ മലയാള ഇൻഡസ്ട്രി മൊത്തം ഭരിക്കുന്നില്ല. ഫെഫ്കയുള്ള എല്ലാ അധികാരങ്ങളും ഫെഫ്കയിലൂടെ വേണമെന്നുള്ള അവരുടെ ചിന്താഗതി. ഒരു IC തീരുമാനം കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ അധികാരം ചേംബറിനാണ്. ചേംബർ പ്രസിഡന്റാണ്, അതാത് ചേംബർ പ്രസിഡന്റാണ് അതിന്റെ കൺവീനർ. അപ്പൊ ടോൾ ഫീ കൊടുക്കേണ്ടത് ചേംബറിന്റെ നമ്പറാണ്, ഫെഫ്കയുടെ നമ്പറല്ല. ഫെഫ്ക അതിലൊരു അംഗം മാത്രമേ ഉള്ളൂ. അത് ഫെഫ്ക ഒരു അധികാരം കാണിക്കുന്നതാണ്.
തീർച്ചയായിട്ടും അല്ല, ഈ 100% ഫെഫ്ക ഈ ചേംബറിന്റെ ടോൾ ഫ്രീ ഭാഗത്ത് നമ്പർ ഏർപ്പെടുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സ്വഭാവം ഉണ്ടോ അതിൽ? അട്ടിമറിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ വേണമെന്നുള്ള നിനക്ക് എല്ലാ കൺട്രോളും അവരുടെ കയ്യിൽ വേണം. അത് തീരുമാനിക്കുന്ന മലയാള ഇൻഡസ്ട്രി പോകണമെന്ന് ഈ വി ഉണ്ണികൃഷ്ണന്റെ ധാരണ. അതാണ് ടോൾ ഫ്രീ ആ നമ്പർ കൊടുക്കേണ്ട ആവശ്യം. ടോൾ ഫ്രീ നമ്പർ കൊടുക്കേണ്ടത് ചേംബറിന്റെ അല്ലേ, ചേംബർ പ്രസിഡന്റ് അല്ലേ അതിന്റെ കൺവീനർ. ചേംബറിന്റെ അല്ല, അത് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ട് എങ്കിൽ അത് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക എന്ന് പറയുന്നതിൽ ഒരു നിയമവിരുദ്ധതയുണ്ട്. കാരണം ICC ഈ ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്, അത് പ്രത്യേക നിർദ്ദേശപ്രകാരം രൂപപ്പെടുത്തിയതാണ്. അതിലേക്ക് സമീപിക്കുന്നതിന് പകരം ഫെഫ്കയിലേക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ വിളിച്ചാൽ ഈ ഇരകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവരെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാം. ഇത്തരത്തിലുള്ള പല ഇടപെടലുകളുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫിലിം ചേംബർ ഈ ഫെഫ്കയുടെ നടപടി. തീർച്ചയായും നിയമവിരുദ്ധതയാണ്, 100% നിയമവിരുദ്ധത തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്താണ്. അത് മലയാള ഇൻഡസ്ട്രീന്റെ എല്ലാ അധികാരങ്ങളും ഫെഫ്കന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫെഫ്കയോട് അറിയണം എന്ന് പറഞ്ഞാൽ അത് അധികാര ദുര്യോഗം തന്നെയാണ്.